ഈ ഇസ്ലാം സംവേദനക്ഷമമാണ്. എന്തിനും നിങ്ങൾ മറ്റൊരാളെ പരിഹസിച്ചിട്ട് ഇസ്ലാമിന്റെ മേൽക്കൈയെക്കുറിച്ച് പറയണം? ഈ ഇസ്ലാം മനോഹരമായ സംവേദനക്ഷമതയുടേതാണ്. ഈ ഇസ്ലാം അജയ്യമായൊരു ദാർശനിക ഗരിമയുടേതാണ്. ഈ ഇസ്ലാം വ്യക്തിത്വ സൗന്ദര്യത്തിന്റെ ഏറ്റവും മനോഹരമായ അതിന്റെ സുഗന്ധത്തെ പ്രസരിപ്പിച്ച ഒരു മതമാണ്. നിങ്ങൾക്ക് ആത്മദാർഢ്യമില്ലാതെ പോകുമ്പോഴാണ്, ആത്മനിശ്ചയമില്ലാതെ പോകുമ്പോഴാണ്, ആത്മവിശ്വാസമില്ലാതെ പോകുമ്പോഴാണ് എതിരാളിയെ മോശപ്പെടുത്തിയിട്ട് വർത്തമാനം പറയേണ്ടി വരുന്നത്. അതേസമയം ആത്മവിശ്വാസമുള്ള ഒരാൾക്കും അങ്ങനെ പറയേണ്ടി വരില്ലാത്തത് കൊണ്ടാണ് വിശുദ്ധ ഖുർആൻ പറഞ്ഞത്, നിങ്ങൾ സംവദിക്കുമ്പോഴും ഏറ്റവും മനോഹരമായ ഭാഷയിൽ സംസാരിക്കണം. വജാദിൽഹും ബില്ലത്തി ഹിയ അഹ്സൻ. ഖുർആന്റെ ഭാഷയാണ് വജാദിൽഹും ബില്ലത്തി ഹിയ അഹ്സൻ. ഖുർആൻ മറന്നു പോകരുത് പലരും. വജാദിൽഹും ബില്ലത്തി ഹിയ അഹ്സൻ, ഏറ്റവും നല്ല ഭാഷയിൽ സംസാരിക്കണം. അഹ്സൻ സൂപ്പർലേറ്റീവ് ഡിഗ്രിയാണ് എന്ന് പറഞ്ഞാൽ ഇനി അതിനപ്പുറത്തേക്ക് ഒരു നന്മയില്ല. അത്രമേൽ നന്മയുടെ, ഭവ്യതയുടെ, സമചിത്തതയുടെ ഭാഷയിൽ സംസാരിക്കാനാണ് വിശുദ്ധ ഖുർആൻ പറയുന്നത്. അങ്ങനെ നിങ്ങൾ പരസ്പരം സംവദിക്കൂ. നിങ്ങൾ പരസ്പരം അലറി വിളിക്കലല്ല വേണ്ടത്, മറിച്ച് നിങ്ങൾക്ക് സംസാരിക്കാനുള്ള ഭാഷയ്ക്ക് പോലും സൗന്ദര്യമുണ്ടാകണമെന്ന് പറയാണ് പരിശുദ്ധ ഖുർആൻ. എവിടെ നിന്നാണ്, ഞാൻ വീണ്ടും ആവർത്തിച്ച് ചോദിക്കാണ്, എവിടെ നിന്നാണ് ഈ ആയത്ത് അള്ളാഹുവിന്റെ റസൂലിനോട് പറയുന്നതെന്നോ? ഉഹദിൽ, വേദനാജനകമായ ഉഹദിൽ ഭീകരമായ ദൃശ്യങ്ങളുടെ കാഴ്ചകൾ മറഞ്ഞു പോയിരുന്നെങ്കിലെന്ന് അള്ളാഹുവിന്റെ റസൂൽ ആഗ്രഹിച്ചു.